എന്നോട് പറയും, നിനക്കത് അസൈൻമെൻറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്, നിനക്കത് കൃപയുടെ ഭാഗമായി തന്നിരിക്കുകയാണ്. നീ കൈ ഉയർത്തുമ്പോൾ നിൻ്റെ ജനത്തിൻ്റെ മേൽ ഞാൻ അലിവ് തോന്നണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ പീഡാസനെ പങ്കെടുത്തതിൻ്റെ ക്രെഡിബിലിറ്റി നിൻ്റെ കയ്യിൽ ഉണ്ടാകണം. അതുകൊണ്ട് നിൻ്റെ സഹനങ്ങൾ ഇപ്പോഴൊക്കെ ഞാൻ മാറ്റത്തില്ല. കാര്യം സഹനമാണ് ബലമെന്ന് പറയണത്, ക്രിസ്തുവിൻ്റെ ബലം. നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് എന്താ ബലം? കുഞ്ഞുങ്ങൾക്ക് ബലം കരച്ചിലാണ് ബലം. പക്ഷികൾക്ക് എന്താ ബലം? ആകാശമാണ് ബലം. അതുപോലെ തന്നെ മത്സ്യത്തിന് എന്താ ബലം? ജലമാണ് ബലം. ഒരു വിശ്വാസിക്ക് എന്താ ബലം? സഹനമാണ് ബലം. കൈയടിച്ച് കർത്താവ് തളം തെറ്റിപ്പോവും. ചിലക്കൊരു പാണം കുരിശ് വന്നാലും ശരി കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് മാറത്തില്ല. അവരെന്താണ്? അതിജീവിച്ച് വിലയുള്ള വിശ്വാസത്തിലേക്ക് വന്നവർ. അഗ്നിശോധനയെ അതിജീവിച്ച് വിലയുള്ള വിശ്വാസമാണ്. കാര്യം നിസ്സാര കാര്യത്തിന് അവർക്ക് തൊടാൻ പറ്റത്തില്ല. അവർ ജീവിതത്തിൽ ജയിച്ചിരിക്കുകയാണ്. ഈ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണമതാണ്, നമ്മൾ ജീവിതത്തെ ജയിച്ചുകൊണ്ടേയിരിക്കും. കൈയടിച്ച് കർത്താവ്